നമുക്കൊപ്പം ഇപ്പോൾ ഈ മത്സരത്തിന് കളമൊരുക്കിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച PV അൻവർ തത്സമയം ചേരുകയാണ്. PV അൻവർ, ഗുഡ് ആഫ്റ്റർനൂൺ. താങ്കൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണോ തെരഞ്ഞെടുപ്പ് ഫലം? ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെന്താ, തീർച്ചയായിട്ടും ജനങ്ങൾ പിണറായി സത്തിനെതിരെ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്ത റിസൾട്ടല്ലേ. ആ വോട്ടുകൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ രണ്ട് പെട്ടിയിലാണ്. രണ്ട് പെട്ടിയും കൂടി ഒരുമിച്ച് കൂട്ടുമ്പോൾ അതാണ് ആൻറ്റി പിണറായിസം. ഇത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വളരെ വ്യക്തമാക്കപ്പെട്ടു. പിണറായിസം എന്ന് പറയുന്നതിൻ്റെ അടിത്തറ തകർന്നിരിക്കുന്നു. ഇപ്പോൾ ഗോവിന്ദ മാഷ് പറയുന്നത് ഞാൻ കേട്ടു, പാർട്ടിയുടെ അടിത്തറയ്ക്ക് ഒരു കുഴപ്പമില്ല. അവരത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവരുടെ അടിത്തറ എന്ന് പറയുന്ന ഈ നാട്ടിലെ സാധാരണക്കാരും ഇടത്തരക്കാരും തൊഴിലാളികളും ഈ പറയുന്ന ഇപ്പം എന്താ പറയുക 50 രൂപയ്ക്ക് വേണ്ടി വഴിനീളെ ഭിക്ഷയാചിക്കേണ്ട ഗതികേടിലേക്ക് ഈ ഗവൺമെൻറ് തള്ളിവിട്ട ആശാവർക്കർമാരാണ്. അതാണ് അവരുടെ അടിത്തറ. ആ അടിത്തറ തകർന്ന് തരിപ്പണമായി നിൽക്കുക. അവർ വേറൊരു അടിത്തറ ഇട്ടിട്ടുണ്ട്. അത് അദാനിയും അംബാനിയും ടാറ്റയും ബിർളയൊക്കെയാണ്. അവരെന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങളെ പാർട്ട്ണറാണ് അദാനി എന്നൊക്കെ. ആ അടിത്തറ മതിയെങ്കിൽ ഈ 2026 ഏപ്രിൽ മെയ് വരെ ഈ സംവിധാനം തുടരും. ഒരു കാലത്തും തിരിച്ചു വരാൻ കഴിയാത്ത വിധം അടിത്തറ തകർന്ന് തരിപ്പണമായിരിക്കുക കേരളത്തിൽ. അത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ വളരെ നല്ലത്, അത്രേ പറയുന്നുള്ളൂ ഇതിനെക്കുറിച്ച്. ശ്രീ PV അൻവർ, താങ്കൾ ഉണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് ജയമുണ്ട് എന്നത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു ഫലം കൂടിയല്ലേ? കഴിഞ്ഞ തവണ താങ്കൾക്ക് കിട്ടിയ വോട്ടുകൾ എത്രയാണ്, അല്ലെങ്കിൽ താങ്കൾ ഉണ്ടായിരുന്നപ്പോൾ മുന്നണിക്ക് കിട്ടിയ വോട്ടുകൾ എത്രയാണ് എന്നത് 2 തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ്. ഇത്തവണ എവിടേക്കാണ് താഴേക്ക് പോയത് എന്നതും നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം, അത് അവർക്ക് ചില കാര്യങ്ങളെങ്കിലും താങ്കളുടെ ഒരു വില മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവില്ലേ? എൻ്റെ വിലയുടെ പ്രശ്നമല്ല യഥാർത്ഥത്തിൽ സുജയ. അത് ഞാൻ പറയുന്ന ആൻറ്റി പിണറായിസവും ആൻറ്റി മരുമോനിസവും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലുണ്ട്. CPM-ൻ്റെ 15 തൊട്ട് 20% വരെ ഈ വിഷയത്തിൻ്റെ മുന്നിൽ പാവപ്പെട്ട തൊഴിലാളികൾ, സഖാക്കൾ, ഇടത്തരക്കാർ ആടി ഉലഞ്ഞു നിൽക്കുകയാണ്. ഒരു കുടുംബത്തിനെ പോറ്റേണ്ട ഗതികേടിലേക്ക് ഒരു തൊഴിലാളി പാർട്ടി മാറിയിരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പും അവരുടെ സാമ്പത്തിക സംരക്ഷണത്തിനും വഴിയൊരുക്കുന്ന പാർട്ടി സെക്രട്ടേറിയറ്റും പാർട്ടി പോളിറ്റ് ബ്യൂറോമായ പാർട്ടി മാറിയിരിക്കുന്നു. അവരാണ് ഹൃദയം നുറുങ്ങുന്ന മാനസികാവസ്ഥയിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലുമുള്ളത്. അവരാണ് പിണറായിസത്തിനെതിരെ ആദ്യത്തെ വോട്ട് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഇപ്പം നടന്ന നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ വോട്ട് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കയറിയിട്ട് അങ്ങനെ വല്ല സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ആദ്യത്തെ വോട്ടും 2ാമത്തെ വോട്ടും 3ാമത്തെ വോട്ടും ചെയ്തിരിക്കുന്ന സഖാവാണ്. പക്ഷേ ആ വോട്ട് ആൻറ്റി പിണറായി വോട്ടായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അടിത്തറ മാത്രമല്ല, അവരുടെ ഈ പറയുന്ന അവരുടെ ഫൈനാൻഷ്യൽ ബേസും അവരുടെ അടിത്തറയൊക്കെ വളരെ സ്ട്രോങ് ആണ്. അത് ഇനിയും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ശ്രീ PV അൻവർ, പിണറായിസത്തിന്റെ അടിത്തറ തകർന്നു, പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ നല്ല സ്ഥാനാർത്ഥി VS ജോയിയാണ് എന്ന് പറഞ്ഞാണല്ലോ താങ്കൾ ഈ കലഹം തുടങ്ങിയത്. UDF-ലേക്കുള്ള എൻട്രി അടക്കം താങ്കൾക്ക് നിഷേധിക്കപ്പെട്ടത് ആ ഒരു പ്രശ്നത്തെ തുടർന്നാണ്. ഇന്നിപ്പോൾ താങ്കൾ എതിർത്ത സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ്. UDF-ലേക്കുള്ള തിരിച്ചുപോക്ക് എളുപ്പമാകുമോ? സുജയ, ഞാൻ ആ സ്ഥാനാർത്ഥിയെ എപ്പോഴാണ് എതിർക്കുന്നത്? നിങ്ങളതിൽ മനസ്സിലാക്കി, നിങ്ങളെങ്കിലും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. കഴിഞ്ഞ മാസം 2-ാം തീയതി തീരുമാനമെടുത്താണ് UDF-ൻ്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് എന്നെ അസോസിയേറ്റ് മെമ്പറാക്കാനും ആ കാര്യം എന്നെയുമായി സംസാരിച്ച് ഡിക്ലെയർ ചെയ്യാനും. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നവരെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് അങ്ങനെ പ്രഖ്യാപനം ഉണ്ടായില്ല. എന്നാൽ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോഴെങ്കിലും അൻവറിന് അസോസിയേറ്റ് മെമ്പറായി പറയണ്ടേ? എനിക്കൊരു ബാധ്യതയില്ല ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന സമയത്ത്. ആ സമയത്ത് ഞാൻ അസോസിയേറ്റിൻ്റെ ഭാഗമാണെങ്കിൽ എനിക്ക് എങ്ങനെ ഷൗക്കത്തിനെ എതിർക്കാൻ പറ്റും? അത് UDF-ൻ്റെ തീരുമാനമല്ലേ. ഞാൻ UDF-ൻ്റെ ഭാഗമല്ല. നാളെ ഞാൻ എന്താകുമെന്ന് അറിയില്ല. ഒരു തീരുമാനമില്ലാത്തൊരു ഘട്ടത്തിലല്ലേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എന്നോട് വ്യക്തിപരമായിട്ട് അദ്ദേഹം എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കെന്താ പറയാൻ പറ്റുക? എനിക്ക് അദ്ദേഹത്തെ അഭിപ്രായം ഇല്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഞാൻ ആരെയും വെല്ലുവിളിക്കാൻ പോയിട്ടില്ല. എന്നെ അനാഥമാക്കി ഈ ഒരു കാര്യത്തിൽ പരിപൂർണമായും എന്നെ നെഗ്ലക്റ്റ് ചെയ്ത് പോവാണ്. ഒരു ചെറിയ മാന്യതയും കൽപ്പിക്കണ്ടേ? അതിനുമുമ്പ് എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ ഇടപെട്ടു. ഈ പറയുന്ന പനമരം പഞ്ചായത്ത് പിടിച്ചു, ചുങ്കത്തറ പഞ്ചായത്ത് പിടിച്ചു, പാലക്കാടുകാർക്ക് പിന്തുണ കൊടുത്തു, വയനാട് പാർലമെൻറ്റിൽ ഞാൻ പിന്തുണ കൊടുത്തു. അവിടെ 10,000-ലധികം വോട്ട് നിലമ്പൂരിൽ കൂടി. ഷൗക്കത്ത് തന്നെ പറഞ്ഞല്ലോ അൻവറിൻ്റെയൊക്കെ സാന്നിധ്യമാണ് നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഇത്രയും വോട്ട് പറഞ്ഞു. ഇതെല്ലാം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ ആരെ തീരുമാനിച്ചാലും, അതിനു മുമ്പ് ഏത് ചെകുത്താനെ തീരുമാനിച്ചാലും ഞാൻ പിന്തുണക്കുമെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചും പറഞ്ഞതാണ്, നിങ്ങൾക്കറിയാം. എന്നാൽ ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോഴെങ്കിലും അതിന് മുമ്പ് പറയണം. വേണ്ട, അത് രണ്ടും കൂടി ഒരുമിച്ച് പറയാം. അതുപോലും ഉണ്ടായില്ലല്ലോ. അപ്പം ഞാൻ ഭാഗമല്ലാത്തൊരു മുന്നണി സ്ഥാനാർത്ഥിയെക്കുറിച്ച്
പത്രക്കാർ ചോദിച്ചാൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനല്ലേ പറയാൻ പറ്റുള്ളൂ.